പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെക്കുറിച്ചാണ്. കാരണം കുറേയേറെ ഉദ്യോഗാർത്ഥികളുമായി ദിവസവും സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പലരും അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ടവരാണ് കുടുംബം. പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു പ്രോത്സാഹനം പോലും ലഭിക്കുന്നില്ല? ഇതുകൊണ്ട് എന്ത് കിട്ടാനാണ്? പരീക്ഷ എഴുതി സമയം കളയുകയാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ തളർത്തുന്നുണ്ടോ? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിട്ടും വീട്ടുകാർ തീരെ പിന്തുണയ്ക്കാത്ത ഒരനുഭവം ഞാൻ കേട്ടു. ആ നിമിഷം മനസ്സിലായി, പുറത്തുനിന്ന് വരുന്ന പരിഹാസങ്ങളെക്കാൾ വേദനാജനകമാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടവരുടെ മൗനം. പക്ഷേ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി, നിങ്ങൾ അറിയണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം? നിങ്ങളുടെ ഉള്ളിലെ തീ. സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളോട് നിങ്ങൾക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്? നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന വഴികൾ അത്ര എളുപ്പമുള്ളതല്ലെന്ന് എനിക്കറിയാം. പഠിക്കാൻ തുടങ്ങുമ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ ഒരു പരാജയം വരുമ്പോഴോ ജോലി കിട്ടാൻ വൈകുമ്പോഴോ ആ പ്രോത്സാഹനം പരിഹാസമായി മാറാറുണ്ട്. അവൻ അല്ലെങ്കിൽ അവൾ എന്നും പുസ്തകവും കൊണ്ട് നടക്കുന്നു, പക്ഷെ ഒരു കാര്യവുമില്ല, വേറെ വല്ല ജോലിയും നോക്കിക്കൂടെ? ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്? ഒരുപക്ഷെ ആ നിമിഷം എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചു പോയേക്കാം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ യാത്ര നിങ്ങളുടെ സ്വപ്നങ്ങളോടുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയുടെ ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ഈ മുറിയിൽ ഇരിക്കുന്നത് വെറുതെയല്ല. ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കൂട്ടുകാരുമൊത്തുള്ള യാത്രകൾ, സിനിമകൾ, ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ്. ഒരു സാധാരണ ജീവിതം ആസ്വദിക്കുന്ന മറ്റുള്ളവരെ കാണുമ്പോൾ എന്തിനാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു പോയേക്കാം. പക്ഷേ ഓർക്കുക, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു സാധാരണ ജീവിതമല്ല. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള വഴിയാണ്. നിങ്ങളെ ഇപ്പോൾ കളിയാക്കുന്നവർ നിങ്ങളുടെ ലക്ഷ്യം നേടുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. ആ നിമിഷത്തിൽ നിങ്ങൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു, എത്രമാത്രം തോൽവികളെ അതിജീവിച്ചു എന്നത് അവർക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഇന്നത്തെ കഷ്ടപ്പാടുകളാണ് നിങ്ങളുടെ നാളത്തെ വിജയത്തിൻ്റെ അടിത്തറ. നമ്മൾ ഓരോരുത്തരും ഓരോ തീപ്പന്തങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ ഒരു തീപ്പന്തമുണ്ട്. ചിലപ്പോൾ അത് അണഞ്ഞു പോയെന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം. പക്ഷേ ആ ചെറിയ കനൽ മതി നമ്മളെ വീണ്ടും ഉണർത്താൻ. ഒരു പരീക്ഷയിൽ തോൽക്കുമ്പോൾ ആ തീ കെട്ടുപോയെന്ന് തോന്നിയേക്കാം. പക്ഷേ ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, ആ ജീവിതം, അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വെളിച്ചം നിറയ്ക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്നവരോട് നിങ്ങൾ ഒരു പുഞ്ചിരിയോടെ മാത്രം പ്രതികരിക്കുക. കാരണം അവർ നിങ്ങളുടെ വഴിയിലുള്ള ഒരു തടസ്സമല്ല, മറിച്ച് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഇന്ധനമാണ്. അവരുടെ വാക്കുകൾ നിങ്ങളെ കൂടുതൽ ശക്തനാക്കട്ടെ. ഓർക്കുക, ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ട്. നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ഓരോ വിജയവും നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പോരാടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിജയം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണോ? എങ്കിൽ എഴുന്നേൽക്കുക, നിങ്ങളുടെ പുസ്തകമെടുക്കുക, ലോകത്തിന് കാണിച്ചു കൊടുക്കുക നിങ്ങൾ എത്രമാത്രം ശക്തനാണെന്ന്. എല്ലാവിധ ആശംസകളും. സ്നേഹത്തോടെ, റബിയ അബി, ലക്ഷദ്വീപ്.